ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന ക്യാമ്പയിൻ അല്ലെങ്കിൽ ഈ മണിക്കൂറിൽ ഇങ്ങനെ ഒരു ചർച്ച തുടങ്ങുന്നതിലേക്ക് ഏറ്റവും പ്രധാനമായി എത്തിച്ചത് ഈ അടുത്ത് നടന്ന ചില സംഭവങ്ങളാണ്. ഒന്ന്, കൊട്ടാരക്കര സ്വദേശിയായ ഐസക്കിൻ്റെ മരണം. ഐസക്കിൻ്റെ മരണത്തിന് ശേഷം 6 പേരുടെ ജീവിതത്തിലേക്കാണ് ഐസക്കിൻ്റെ കുടുംബം വെളിച്ചം നൽകിയത്. അതുപോലെ തന്നെയാണ് ബിൽജിത്ത് എന്ന ചെറുപ്പക്കാരൻ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഒരുപക്ഷെ നമ്മൾ ഈ വിഷയത്തെപ്പറ്റി ഇങ്ങനെ സംസാരിക്കാൻ. ഒപ്പം തന്നെ ചില ആശങ്കകൾ, ചില സിനിമകൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത് ശ്രദ്ധയോടെയല്ലേ കൈകാര്യം ചെയ്തത് എന്നൊക്കെ രീതിയിൽ വിദഗ്ധർ സംസാരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ വന്നപ്പോഴാണ് ഈ വിഷയം നമ്മൾ വിശദമായി ചർച്ച ചെയ്യാമെന്ന് കരുതിയത്. ആദ്യം നമ്മൾ പോകുന്നത് ഐസക്കിൻ്റെ കുടുംബത്തിലേക്ക്, അല്ലെങ്കിൽ ഐസക്കിൻ്റെ വേണ്ടപ്പെട്ടവരുടെ അനുഭവത്തിലേക്കാണ്. 6 പേരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വിതറി കേരളത്തിൻ്റെ ഹൃദയം നിറച്ചാണ് ഐസക് ജോർജ് എന്ന ചെറുപ്പക്കാരൻ മടങ്ങിയത്. കൊട്ടാരക്കര സ്വദേശിയായ 33-കാരനായ ഐസക് സെപ്റ്റംബർ 6-ന് റോഡ് മുറിച്ച് കടക്കുമ്പോൾ ബൈക്ക് ഇടിച്ചായിരുന്നു മരിക്കുന്നത്. കുടുംബം സമ്മതം നൽകിയതോടെ ഐസക്കിൻ്റെ അവയവങ്ങൾ 6 പേരുടെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചു. ഇന്നും ഐസക്കിൻ്റെ പേരിൽ ആ നാട് അഭിമാനിക്കുകയാണ്. അപകടത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയവേ സെപ്റ്റംബർ 10-നാണ് ഐസക് ലോകത്തോട് വിട പറഞ്ഞത്. കുടുംബം സമ്മതം നൽകിയതോടെ ഐസക്കിൻ്റെ അവയവങ്ങൾ 6 പേർക്കായി ദാനം ചെയ്തു. ഹൃദയം എറണാകുളത്തെ ലിസി ആശുപത്രിയിലെത്തിച്ച് യുവാവിന് നൽകി. 2 വൃക്കകളിൽ ഒരെണ്ണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും മറ്റൊന്ന് കിംസ് ആശുപത്രിയിലുമായി കൈമാറി. കരൾ മറ്റൊരു രോഗിക്കായി ദാനം ചെയ്തു. കണ്ണിന്റെ 2 കോർണിയകളും തിരുവനന്തപുരത്ത് ദാനം ചെയ്തു. ഈ സംഭവങ്ങൾ ഇപ്പോഴും വളരെ വൈകാരികമായാണ് ഐസക്കിന്റെ കുടുംബവും സുഹൃത്തുക്കളും ഓർത്തെടുക്കുന്നത്. ഇത് പറയുമ്പോൾ തന്നെ ഇതിൽ ശരിക്കും പറഞ്ഞാൽ നാൻസി, ഐസക്കിന്റെ വൈഫാണ് ആദ്യമേ ഇനിഷ്യേറ്റീവ് പറഞ്ഞത്. ഞാനും ആ സമയത്ത് തന്നെ ഫസ്റ്റ് നമുക്ക് നെയർ ടെസ്റ്റ് കഴിഞ്ഞപ്പം തന്നെ റിസൾട്ട് വന്നെന്ന് പറഞ്ഞപ്പം തന്നെ നമ്മളവിടെ ചെന്നു. അപ്പം നാൻസിയാണ് ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. ഇങ്ങനൊരു സംഭവം ഉണ്ട്, നമുക്കത് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കളും ഞാനും എൻ്റെ ഒരു സുഹൃത്ത് ജോബി, എൻ്റെ ഐസക്കിൻ്റെ കോമൺ സുഹൃത്താണ് ജോബി, അടൂർ അയാഡ്സിൻ്റെ ഓണറാണ്. അപ്പം ഞങ്ങളവിടെ ഉണ്ട്. അപ്പം ഞങ്ങളത് സംസാരിച്ചപ്പോൾ തന്നെ നാൻസി പറഞ്ഞത് ചെയ്യണം. കലാകാരനായിരുന്നു ഐസക്. സിനിമാറ്റോഗ്രാഫിയിലും ചിത്രകലയിലും പ്രാഗൽഭ്യം നേടിയിരുന്നു. പഠന പ്രവർത്തനങ്ങളിലും മുൻപന്തിയിലായിരുന്നു. ഞാൻ ഐസക്കിനെ ഓർക്കുന്നത് ഞങ്ങളുടെ വിദ്യാർത്ഥികളിൽ അല്പ കുസൃതിയൊക്കെ ഉണ്ടെങ്കിലും അധ്യാപകരോട് വലിയ സ്നേഹമായി. പഠന കാലയളവിൽ ഞാൻ ഓർക്കുന്നു ഒരു നല്ല കലാകാരനായി. എപ്പോഴും ചിത്രരചനയിലും പാട്ടിലും ഡാൻസിലും, അതുപോലെ ടൂറൊക്കെ പോകുമ്പോഴെപ്പോഴും ഒരു ചെറിയ ക്യാമറ ഈ ഐസക്കിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കുസൃതി, എപ്പോഴും പ്ലസന്റ് ആയിരുന്നു. കൂട്ടുകാരുടെ ഇടയിൽ ഐസക് ഒരു ഹീറോ ആയിരുന്നു, കൂട്ടുകാരുടെ പ്രിയപ്പെട്ടവനായിരുന്നു. ഐസക് സുഹൃത്തുക്കളുമായി ഒത്തുകൂടാൻ വേണ്ടിയായിരുന്നു കൊട്ടാരക്കരയിൽ ബ്ലൂം എന്ന റെസ്റ്റോറന്റ് തുടങ്ങിയത്. സിനിമാ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തിരുന്നതും ഇവിടെയായിരുന്നു. ഐസക്കിന്റെ ഉടമസ്ഥയിൽ പ്രവർത്തിക്കുന്ന ബ്ലൂം എന്ന റെസ്റ്റോറന്റ് മുന്നിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ ഈ റെസ്റ്റോറന്റ് അടഞ്ഞു കിടക്കുകയാണ്. കാരണം ഐസക് ഇന്നിവിടെ ഇല്ല. സെപ്റ്റംബർ 6-ാം തീയതിയിലായിരുന്നു ഐസക്കിന് അപകടം സംഭവിച്ചത്. തൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് ഈ റോഡ് മുറിച്ച് നടന്നു വരികയായിരുന്നു. എതിർദിശയിൽ അദ്ദേഹം വാഹനം പാർക്ക് ചെയ്ത് വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഈ റോഡ് മുറിച്ച് നടന്നു വന്ന സമയത്താണ് കൊട്ടാരക്കര ഭാഗത്തു നിന്നും വന്ന ഒരു ബൈക്ക്, അതിവേഗതയിൽ വന്ന ബൈക്ക് ഈ ഐസക്കിനെ ഇടിച്ച് തെറിപ്പിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഐസക്ക് റോഡിൽ തെറിച്ചു വീഴുകയും ചെയ്തു. അങ്ങനെ നാട്ടുകാർ ഇടപെട്ടാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരത്തുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചത്. സെപ്റ്റംബർ 10-നാണ് ഐസക്ക് ഈ ലോകത്തോട് വിട പറഞ്ഞത്. എന്നാലും ഐസക്കിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്തതുകൊണ്ട് ഐസക്കിൻ്റെ അവയവങ്ങൾ സ്വീകരിച്ചവർ ഇന്നും ഐസക്കിലൂടെ ജീവിക്കുന്നു. ഐസക്കിന്റെ മരണത്തിന് ശേഷം അവയവദാനത്തിന് സന്നദ്ധത അറിയിച്ച് നിരവധി പേർ മുന്നോട്ട് വരുന്നുണ്ട്. എന്നാൽ ഇത്തരം ആൾക്കാർക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകണമെന്നാണ് ഐസക്കിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത്. ഇതിൽ ഐസക് എടുത്തിരുന്നത് സ്റ്റാർ ഹെൽത്തിന്റെ ഇൻഷുറൻസ് ആണ്. ഞാൻ തന്നെയാണ് അതിൻ്റെ ഏജന്റ്, എൻ്റെ വൈഫാണ് ഏജന്റ് കോഡായിട്ടുള്ളത്. അപ്പം ഞങ്ങൾ തന്നെ ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഇൻഷുറൻസിൻ്റെ കേസായാലും എല്ലാം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. 4.8 lakh ആണ് ടോട്ടൽ ബില്ല് വന്നത്. ഇതിൽ അവരൊരു കാര്യം പറഞ്ഞു വെച്ചാൽ ഇതിനകത്ത് കൺസ്യൂമബിളിൽ പെടാത്ത 1,66,000 രൂപയോളം നമ്മൾ പേഷ്യൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അടയ്ക്കണമെന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഓൾറെഡി ഏജൻ്റ് ആയിട്ട് നമ്മളിത് വിളിച്ച് സംസാരിച്ചു അവരോട്. അപ്പോൾ ഡയറക്റ്റ് സ്റ്റാർ ഹെൽത്ത് വിളിച്ചു, സാറേ അത് പ്രൊസീജിയേഴ്സാണ്. അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, സാർ ഇത് ഡോണർ ആയതുകൊണ്ട് അയാളുടെ ഓർഗൻസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൺസ്യൂമബിൾ പാർട്സിനൊന്നും ഇൻഷുറൻസ് ക്ലെയിം ആവത്തില്ല. അപ്പോൾ അങ്ങനെ വന്നതാണ് 1,66,000 രൂപ എന്ന് പറഞ്ഞത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ അതൊരു വല്ലായ്മയായിട്ട് തോന്നി. കാര്യം പലർക്കും നമ്മൾ ഇൻഷുറൻസുകൾ എടുത്ത് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം ശരിക്കും അവിടെ ഒരു ഓർഗൻ ഡൊണേറ്റ് ചെയ്യുന്ന ഒരു പേഷ്യന്റിന് അവർ പറഞ്ഞു ഡോണർ ആയതുകൊണ്ട് മാത്രമാണ് സാറേ കൺസ്യൂമേഴ്സ് തന്നത്. അത് റെസിപ്പിയൻ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു കൺസ്യൂമേഴ്സ് നമുക്കതിൽ വരത്തില്ല. ശരിക്കും അതൊരു സിസ്റ്റത്തിലെ ഒരു ഫെയിലിയർ തന്നെയാണ് അത്.
അതിനൊരു സിസ്റ്റം വരണമെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എസ് വിനീഷ് കുമാർ, ന്യൂസ് 18 കൊട്ടാരക്കര.